വയനാട്ടിലെയും വിലങ്ങാട്ടെയും ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഷാഫി സ്നേഹവീട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പാട്ടുവണ്ടിക്ക് മലപ്പുറത്ത് സ്വീകരണം നൽകി. വയനാട്ടിലെയും വിലങ്ങനാട്ടെയും ദുരിതബാധിതരെ പുനരധിവസിക്കുന്നതിന്റെ ഭാഗമായി ഷാഫി സ്നേഹവീട് ചാരിറ്റബിൾ സൊസൈറ്റി ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെ കലാപ്രവർത്തകരെയും സന്നദ്ധ സേവകരെയും അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന പാട്ടുവണ്ടിക്ക് മലപ്പുറത്ത് ഊഷ്മളമായ സ്വീകരണം നൽകി. പൊന്നാനിയിൽ നിന്നും ആരംഭിച്ച യാത്രയ്ക്ക് വൻ വരവേൽപ്പാണ് വഴിയുടനീളം ലഭിച്ചത്. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെയും പ്രധാന ടൗണുകളിലാണ് പാട്ടുവണ്ടിയുടെ സന്ദർശനം നടത്തുന്നത്. മലപ്പുറത്തിൻ്റെ മണ്ണെന്ന് പറയുമ്പോൾ പോയ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള സമീപകാലങ്ങളിൽ കണ്ടിട്ടുള്ള 2 പ്രളയങ്ങളായാലും കോവിഡ് കാലത്തായാലും ഇനി നമ്മുടെ നാടിന് എന്തൊക്കെ സഹായങ്ങൾ എപ്പോഴൊക്കെ വേണ്ടി വന്നിട്ടുണ്ടോ, അവസാനം നമ്മളെ ഈ വലിയ ദുരന്തം സംഭവിച്ച സമയത്ത് പോലും ഏറ്റവും വലിയ തുക സംഭാവന ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ്. ഓൾറെഡി നിങ്ങൾ പല സംഘടനകളായും വ്യക്തികളായും വാട്സപ്പ് കൂട്ടായ്മകളായും ഒക്കെ നിങ്ങളുടെ സഹായം ഇപ്പം ഞങ്ങൾ അരീക്കോട് പോയപ്പോൾ അറിയാൻ സാധിച്ചത് 3 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവിടെ ഫസ്റ്റ് ഡേയിൽ എത്തുന്നത് അരീക്കോട് നിന്നാണ്. അപ്പം ശ്രവണസുന്ദരമായ സ്വരമാതിരി കോർത്തിണക്കി അന്തരീക്ഷത്തെ അലയൊലി കൊള്ളിച്ചാണ് മലപ്പുറത്തെ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ദുരന്ത മേഖലയിൽ 2 വീട് നിർമ്മിച്ചിരിക്കുകയാണ് ഇപ്പോൾ പദ്ധതിയെന്നും ഷാഫി പറഞ്ഞു. വ്യാപാരികളും ബസ് തൊഴിലാളികളുടെയും യാത്രക്കാരുടെയും നാട്ടുകാരുടെയും പൂർണ്ണമായ സഹകരണം പാട്ടുവണ്ടിക്ക് ലഭിച്ചു. ഈശ്വരമായ പിരിച്ചുകൊണ്ടാണ് മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ ഷാഫിയും സംഘവും മലപ്പുറത്തെ അക്ഷരത്തിൽ കയ്യിലെടുത്തത്. അനേകമിൽ നിറഞ്ഞു നിൽക്കും ഏകനാം അല്ലാഹു, അപാരമി പ്രപഞ്ച ശില്പി നാഥനാം അല്ലാഹു, അഗാധമാം കൽവിലമർന്ന അനന്തനാണല്ലാഹു, റിസാലത്തിൽ വിലായത്തിൽ വിളങ്ങിയോനല്ലാഹു, റിസ്കിനാൽ റിലാത്തരും റസാഖ് നീ അല്ലാഹു, ഇബാദത്തിൽ അലിയുകയെങ്കിൽ ഹിദായത്തിൻ അമൃതേകുന്നു, ഹറാമുകൾ തുരത്തിയാൽ ഗുണം തരും അല്ലാഹു, ഹലാലുകൾ നിരത്തിയാൽ സുഖം തരും അല്ലാഹു. മലപ്പുറത്തെ ചടങ്ങ് മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു. അനുഗ്രഹീതമായിട്ടുള്ള കലാകാരന്മാർ, നാട്ടുകാർ, സഹോദരി സഹോദരന്മാരെ, വലിയൊരു സദ്യുതമത്തിനാണ് നമ്മുടെ ഇവിടുത്തെ കൂട്ടായ്മ ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുകയും നേതൃത്വം വഹിക്കുകയും ചെയ്തത്. കേരളത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വലിയ ദുഃഖവും രോധനവുമായിരുന്ന വയനാട്, വിലങ്ങാട് ഈ 2 പ്രദേശങ്ങളിലും വലിയ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു പോയ വയനാടിലെ ജനങ്ങൾ, അവരെ സഹായിക്കുന്നതിനും അവർക്ക് സാന്ത്വനം നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ ദൗത്യവുമായിട്ടാണ് നമ്മുടെ കൊല്ലം ഷാഫിയും മറ്റു അനുഗ്രഹീതമായിട്ടുള്ള കലാകാരന്മാരും എല്ലാവരും ഈ ദൗത്യവുമായിട്ട് ഇവിടെ എത്തിയത്. അധ്യാപകരും കലാകാരനുമായ ഷാനവാസ് മുഖ്യ പ്രഭാഷണം നടത്തി. ഗായകരായ നംഷാദ്, ജംഷീർ കൈനിക്കര, മലപ്പുറത്തെ വിവിധ ഗായകർ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും, ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.